ഹല്ലേലൂയ. ഇന്നത്തെ ചോദ്യം, ആർക്കാണ് ജ്ഞാനം ലഭിക്കുന്നത്? എന്താണ് ചോദ്യം? ആർക്കാണ് ജ്ഞാനം ലഭിക്കുന്നത്? കുട്ടികൾ പരീക്ഷകൾ എഴുതുന്ന തിരക്കിലാണ്. അപ്പോൾ ആർക്കാണ് അറിവ് ലഭിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആർക്കാണ് അറിവ് ലഭിക്കുന്നത്? ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുന്നത്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ആർക്കാണ് അറിവ് ലഭിക്കുന്നത്? ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക് അത് സമൃദ്ധമായി അവൾ നൽകുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അർത്ഥമാക്കുന്നത് ദൈവത്തെ തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണ്. ജ്ഞാനം ഈസ് ഈക്വൽ ടു ക്രൈസ്റ്റ്. ക്രൈസ്റ്റാണ്, ഈശോയാണ് ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈശോ. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു? ജ്ഞാനം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഒരാൾക്ക് അറിവുള്ളവനാകണമെങ്കിൽ അയാൾ ടിവിയിലെ വാർത്ത കണ്ടുകൊണ്ടിരുന്നാൽ പോരെ. കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവുള്ളവനാകണമെങ്കിൽ എന്താണ് അറിവ്? ദൈവീക രഹസ്യങ്ങളെ കുറിച്ചുള്ള ബോധ്യമാണ് അറിവെന്ന് പറയുന്നത്. ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, എന്താണ് അത്, എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് എന്നതിനേക്കാൾ ദൈവീക പദ്ധതികളെ കുറിച്ചുള്ള ബോധ്യമാണ് അറിവെന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? ദൈവീക പദ്ധതികൾ. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അവിടെ നടന്ന കാര്യവും ഇവിടെ നടന്ന കാര്യവും ഒക്കെ അറിയണം, നല്ല കാര്യം. പക്ഷേ അതറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട അറിവ് എന്താണ്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മെ കുറിച്ച് ദൈവത്തിന് ഏതൊക്കെ കാര്യത്തിലാണ് പദ്ധതിയുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മെ കുറിച്ച് ദൈവത്തിന് എല്ലാ കാര്യത്തിലും പദ്ധതിയുണ്ട് എന്നതാണ് സത്യം. അതായത് നമ്മൾ കാലത്ത് എപ്പോൾ എഴുന്നേൽക്കണം എന്നത് തുടങ്ങി, നമ്മൾ കാലത്ത് ദേവാലയത്തിൽ പോകണം എന്നത് തുടങ്ങി, നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം എന്നതിനെ കുറിച്ചും ഏത് ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ചും എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ചും ആരൊക്കെയായി ഇടപെടണം എന്നതിനെ കുറിച്ചുമെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നതാണ് സത്യം. നമുക്ക് കൈയടിച്ച് നമ്മൾ ചെയ്യേണ്ട നന്മ ഏതാണ് എന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മൾ ചെയ്യേണ്ട നന്മകൾ, ലോകത്തിൽ ഒത്തിരിയേറെ നന്മകളുണ്ട്. എല്ലാ നന്മകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രത്യേകമായിട്ട് വിദൂരങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. 4 മണിക്ക് മുമ്പ് എത്തിയവരുണ്ട്. 5-6 മണിക്കൂർ യാത്ര ചെയ്തെത്തിയവരുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ ഈ ദേവാലയത്തിൽ, ഈ കൊച്ചു ദേവാലയത്തിൽ, ഈ ആവിലായിലെ തിരുനടയിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അതാണ് അച്ഛൻ പറഞ്ഞത്, നമ്മെ ഓരോരുത്തരെയും കുറിച്ചും നമ്മൾ ഏത് സ്ഥലത്ത് താമസിക്കണമെന്ന്, ഏത് സ്ഥലം വാങ്ങണമെന്ന്, എങ്ങനെയുള്ള വീട് പണിയണമെന്ന്, ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന്, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നൊക്കെ ദൈവത്തിന് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ അറിയുക എന്നതാണ് പ്രധാനപ്പെട്ട അറിവ്. നമുക്ക് കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ടെന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ.
നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് പറയാം. ഈശോയെ, ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവ് പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവീക പദ്ധതികൾ അന്വേഷിക്കാതെ സ്വന്തം പദ്ധതികൾ, സ്വന്തം താല്പര്യങ്ങൾ, ലോകത്തിന്റെ താല്പര്യങ്ങൾ മാത്രം അന്വേഷിച്ച് ജീവിതയാത്ര നടത്തിയ സമയങ്ങളെ ഓർത്ത് നമുക്ക് ഹൃദയം നുറുങ്ങി അനുദപിച്ച് കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.